ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വരുന്ന 10th ലെവൽ മെയിൻസും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പ്രിലിംസിനും മെയിൻസിനും നിങ്ങൾക്ക് ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ്. ഇംഗ്ലീഷിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യണം. എങ്കിൽ മാത്രമേ ജി കെയുടെ പോർഷൻസിനകത്ത് നിന്ന് നമുക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞാലും നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പ്രിലിംസിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പഠിക്കുമ്പോൾ ഇപ്പൊ തന്നെ പഠിച്ച് പോകണം, പിന്നെ ലാസ്റ്റിലത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. സംതിങ് ഹാപ്പൻഡ് അറ്റ് ദ കോളേജ്. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ്, അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഹാപ്പൻഡ് എന്ന് പറഞ്ഞിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള വെർബ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്താണ്? ഡിഡ് വെച്ച് തുടങ്ങണം എന്ന് തന്നെ നമുക്ക് അവിടെ ഒരു സൂചന കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡിഡ് വെച്ച് തുടങ്ങിയിരിക്കുന്ന എന്തുണ്ട്? ഓപ്ഷൻ സിയിലേക്ക് നമുക്ക് ഡയറക്ട്ലി പോവാം. ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പം നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം പോസിറ്റീവ് ആണ് എങ്കിൽ തൊട്ടപ്പുറത്തെ പാർട്ട് എന്തായിട്ട് മാറണം? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണ് ഫസ്റ്റ് പാർട്ട് എങ്കിൽ നമുക്ക് ചോദ്യം ചോദിക്കുന്ന ടാഗ് പോർഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവായിട്ട് വരണം. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഈ ഹാപ്പൻഡ് എന്നിട്ടുള്ള കാര്യം ഡിഡ് പ്ലസ് ഹാപ്പൻ എന്നിട്ടാണ്. സോ നമുക്ക് അതിന്റെ ഓക്സിലറി വെർബ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തേച്ചാൽ മതി. പുട്ട് ഇൻ ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഡാഷ് 8:15 AM എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏതാണ് ആൻസർ വരുന്നത്? അറ്റാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള സമയം കാണിക്കുവാണ് എങ്കിൽ ഏത് പറയണം? അറ്റ് എന്ന് പറയണം. ഓക്കെ, കൃത്യമായിട്ടുള്ള സമയം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് മുമ്പ് ചേർക്കേണ്ട പ്രിപ്പോസിഷൻ ഏതാണ്? അറ്റാണ്. അടുത്തത്, ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദോസ് ഗിവൺ ആസ് ഓപ്ഷൻസ്. ദ പ്രിൻസിപ്പൽ ഡാഷ് സ്പീക്ക് ടു യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ്? ദ പ്രിൻസിപ്പിൾ എന്നാണ്. വാണ്ട്സ്, വാണ്ടിങ്, ഈസ് വാണ്ടിങ്, വാസ് വാണ്ടിങ് എന്നിട്ടാണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് വരേണ്ടത്. വാണ്ട്സ് എന്നിട്ടാണ്. വാണ്ട്സ്. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സിംഗുലർ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തുടർന്ന് വരുന്ന വെർബും എന്തായിരിക്കണം? ഏകവചനമാണ്. അടുത്തത്, ടേൺ ദ ഗിവൺ സെന്റൻസ് ഫ്രം ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. Turn the given sentence from active voice to passive voice. Mary opened the door. ഞാൻ ഇച്ചിരി ഗ്യാപ്പ് എടുക്കുന്നത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കണം. പിന്നെ ജി കെ പോലെ കാണാതെ പഠിക്കുന്നില്ലല്ലോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ. പ്രാക്ടീസ് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് നമുക്ക് അതിനകത്ത് മാർക്ക് സ്കോർ ചെയ്യുന്നത്. ഞാനത് വളരെ സ്ലോയിൽ പറയുന്നത് ബിഗിനേഴ്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്തവർക്കുണ്ടെങ്കിലും ഒന്ന് പഠിച്ചു വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ആക്റ്റീവ് വോയിസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ മേരി ഓപ്പൺ ദ ഡോർ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിട്ട് വരണം? അതായത് നമ്മൾക്ക് എപ്പോഴും ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കണം. നോർമലി ഒരു 95% ഒബ്ജക്റ്റ് എവിടെ ആയിരിക്കും കിടക്കുന്നത്? വെർബിനോട് തൊട്ട് ചേർന്നിട്ടായിരിക്കും. ഇപ്പൊ ദ ഡോർ. അപ്പൊ ഇവിടെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ്? ദ ഡോറിൽ തുടങ്ങുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി. അല്ലെ, ഇത് ഓപ്പൺഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? പാസ്റ്റ് ടെൻസിലാണ് ഓപ്പൺഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മേരി ഓപ്പൺ ദ ഡോർ. അപ്പം എന്തിൽ വേണം? നമ്മൾക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഏത് വരണം? വാസ് എന്നിട്ടുള്ള രീതിയിൽ പറയണം. ഡോർ എന്ന് പറഞ്ഞിരിക്കുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വാസ് ആയിട്ട് യൂസ് ചെയ്തു. മനസ്സിലായോ? അതായത് നമ്മൾക്ക് കൃത്യമായിട്ട് ഇതിനോടൊപ്പം തന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഈ ഓപ്ഷനകത്തുനിന്ന് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഒന്നുമേ അറിയത്തില്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഓപ്ഷനിൽ നിന്ന് കിട്ടുന്നതാണ്. അത് ഡോർ നമ്മൾക്ക് ആദ്യം വരുന്നത് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. ഇനി ഓപ്പൺഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം നമ്മൾ അതിന്റെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ എന്നിട്ടുള്ള രീതിയിൽ പ്ലസ് V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ വാസ് ഓപ്പൺഡ് നമ്മൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ ബെസ്റ്റ് വേ ടു എക്സ്പ്രസ് ദ ഇന്റൻഡഡ് ഐഡിയ ഇൻ ദ ഫോളോയിങ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ഐ ലൈക്ക് ഹെർ ചൈൽഡ് ലൈക്ക് ഫേസ്. ചൈൽഡ് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുട്ടിത്തമുള്ള എന്നാണ്. ചൈൽഡ് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിത്തം എന്നാണ്. കുട്ടിത്തമുള്ള. ചൈൽഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അർത്ഥം കൂടെ ഒന്ന് എടുത്തു വെച്ചേക്കണം. സ്ഥിരമായിട്ട് ഈ ഒരു പാറ്റേൺ ചോദിക്കുന്നുണ്ട്. ചൈൽഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പക്വതയില്ലാത്ത. ചൈൽഡിഷ് പക്വതയില്ലാത്ത. അപ്പം ചൈൽഡ് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടീനെ പോലെ അല്ലെങ്കിൽ കുട്ടിത്തം. ചൈൽഡിഷ് എന്താണ്? പക്വതയില്ലാത്ത
ഇത് ഐ ലൈക്ക് ഹെർ ചൈൽഡ് ലൈക്ക് ഫേസ്, കുട്ടിത്തം തുളുമ്പുന്ന ആ ഒരു ഫേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ചൈൽഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പക്വതയില്ലാത്ത എന്നിട്ടാണ്. ചൈൽഡിഷ് മീനിങ് പക്വതയില്ലാത്ത അല്ലെങ്കിൽ അപക്വമായ. ചൈൽഡ് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിത്തമുള്ള. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ്, വാട്ട് എ സൂപ്പർ ഷോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഇത് ഇവിടെ ഉള്ളത് കൊണ്ട് ഏത് തരത്തിലുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സിമ്പിൾ അല്ലേ? ഓപ്ഷൻ ഡി, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അടുത്തത്, യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ഹി ഡിഡിന്റ് ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. ഏത് പറയണം? ആ ഒരു സ്പെസിഫിക് ആയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ജോലിയാണ്. അപ്പം ഏതാണ്? ആർട്ടിക്കിൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ അവിടെ ചേർക്കേണ്ട ആർട്ടിക്കിൾ ഏതാണ്? ദി എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം. ഓക്കെ, ഏത് ജോലിയാണെന്ന് പ്രത്യേകമായിട്ട് അവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. മിഷേൽ ഈസ് ഡാഷ് ദാൻ നതാഷ. ദാൻ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് എന്താണ്? ഓൾഡർ എന്നിട്ടുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ദാനൊപ്പം എന്ത് യൂസ് ചെയ്യത്തില്ല? എൽഡർ യൂസ് ചെയ്യത്തില്ല എന്ന കാര്യം ഓർത്ത് വെച്ചേക്കുക. ദാനൊപ്പം എൽഡർ യൂസ് ചെയ്യത്തില്ല. അപ്പം ഇത് ഓൾഡർ ദാൻ നതാഷ എന്നേ പറയത്തുള്ളൂ. ദാനൊപ്പം എന്ത് യൂസ് ചെയ്യത്തില്ല? എൽഡർ യൂസ് ചെയ്യത്തില്ല എന്നും ഓർത്ത് വെച്ചേക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പരീക്ഷാ ഹാളിൽ വെച്ച് കൺഫ്യൂസിങ് ആകാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ ദാനൊപ്പം ദാൻ മുകളിൽ എന്ത് നമ്മൾ യൂസ് ചെയ്യത്തില്ല? എൽഡർ യൂസ് ചെയ്യത്തില്ല. എന്താണ്? ഓൾഡർ. ഓൾഡർ ദാൻ നതാഷ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നോർമലി ദാൻ വന്നാൽ തന്നെ എന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ എന്തുകൊണ്ടാണ് എൽഡർ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാനിന് മുൻപിൽ നമ്മൾ എൽഡർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ടേം യൂസ് ചെയ്യാറില്ല. ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു, സ്ഥിരം ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ലുക്ക് ഫോർവേഡിനു ശേഷം എന്ത് വേണം? ഐ ലുക്ക് ഫോർവേഡ്, ഓപ്ഷൻ സി ആണ് വരുന്നത്. ലുക്ക് ഫോർവേഡ് 2+ing ഫോം എന്നിട്ടാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ലുക്ക് ഫോർവേഡിനോടൊപ്പം 2+ing ഫോം എന്ന് പഠിച്ചു വെച്ചേക്കണം. ഇവിടെ എല്ലാത്തിനകത്തും 3 ഓപ്ഷനകത്ത് ing ഫോം ഉണ്ട്. പക്ഷെ നമ്മൾ ing ഫോം മാത്രം പഠിക്കരുത്. ലുക്ക് ഫോർവേഡ് 2+ing ഫോം എന്നിട്ടുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കണം. എന്നോട് പറയാം, ലുക്ക് ഫോർവേഡിനോടൊപ്പം 2+ing ഫോം എന്ന് പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ നോർമലി ലുക്ക് ഫോർവേഡ് 2 ആണ് പഠിച്ചു വെച്ചിരിക്കുന്നത് ing. പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് വരുമ്പോൾ കൺഫ്യൂസിംഗ് ആയി പോകും. നമ്മൾ ing മാത്രമായിരിക്കും ഓർത്തിരിക്കുന്നത്. അപ്പൊ ലുക്ക് ഫോർവേഡിനോടൊപ്പം 2+ing ഫോം ആണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. റിപ്പോർട്ട് ദ സെന്റൻസ്. ജോഷുവ സെഡ് ടു മാം ഐ ഹാവ് ബീൻ ഹിയർ. റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് പറഞ്ഞിരിക്കുന്നത്. സെഡ് ടു മോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഏത് വരുന്നുണ്ട്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരേണ്ടത്. ഹിയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദെയർ. എല്ലാ 4 ഓപ്ഷനകത്തും ദെയർ വരുന്നുണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ചും പാസീവ് വോയിസും ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ വരുന്നത് ഓപ്ഷനിലേക്ക് പെട്ടെന്ന് നോക്കണം. നമുക്ക് ഇത്രയും റൂൾസ് ഒക്കെ ഓർത്തിരിക്കാൻ പാടുള്ളവർക്ക് പെട്ടെന്ന് ഓപ്ഷനിലേക്ക് തന്നെ നിങ്ങൾ നോക്കണം. ജോഷു ഓപ്ഷൻ എല്ലാത്തിനകത്തും ടോൾഡ് തന്നെയാണ്. മോം വരെയുണ്ട്, ദാറ്റ് വരെയുണ്ട്, നോ പ്രോബ്ലം. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത്. ജോഷുവ ടോൾഡ് മാം ദാറ്റ് ഹി ഹാഡ് ബീൻ ദർ. ഇവിടെ പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. സെഡ് ടു മാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള പോർഷനും എന്തായിട്ട് വരണം? ഹാഡ് ബീൻ അല്ലെ ഹാവ് ബീൻ എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് വരണം? ഹാഡ് ബീൻ ആയിട്ട് വരണം. അത്രേ ഉള്ളൂ കാര്യം. സിമ്പിളാ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്നിനകത്ത് ദെയർ ഹിയർ വന്നിട്ടുണ്ട്, അതാണ് അവിടുത്തെ പ്രത്യേകത. മറ്റിനകത്ത് ഹാസ് വന്നിട്ടുണ്ട്, ഒരെണ്ണത്തിനകത്ത് ഹാഡ് ബീൻ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ എന്തായിട്ട് വന്നു? ഐ ആയിട്ട് വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. മനസ്സിലായി? ഐ അവിടെ റിപ്പീറ്റ് ചെയ്ത് പറയത്തില്ല, അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് പറയണം. ഒന്നുകൂടെ പറയാം. ജോഷുവ സെഡ് ടു മോം ഐ ഹാവ് ബീൻ ഹിയർ എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജോഷുവ ടോൾഡ് ടു മാം അവിടെ വരെ ഓക്കെ ആണ്. അതിനെ തമ്മിൽ മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ് നമ്മൾ യൂസ് ചെയ്തു. ഐക്ക് പകരം എന്ത് ചേർത്തു? ഹി ചേർത്തു. ഹാവ് ബീന് പകരം എന്താക്കി കൊടുത്തു? ഹാഡ് ബീൻ. ഹിയർ എന്നുള്ളത് ദെയർ ആക്കി കൊടുത്തു. ഓക്കെ, ഇതൊക്കെ കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പം ഈസി ആയിട്ട് അങ്ങ് കിട്ടുന്നതാണ്. And complete the given sentence using a suitable phrasal verb. I arranged to meet Tony in a mall yesterday, but he didn't fall off, turn up, move in, clear up. ഏതാണ്?
ടേൺ അപ്പ് എന്നിട്ടാണ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചേരുക എന്നാണ്. എത്തിച്ചേരുക. I arranged to meet Tony in the mall yesterday, but he didn't turn up. Turn up means എത്തിച്ചേരുക. Find the synonym of the word amicable. Amicable എന്താണ്? amicable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി എന്നിട്ടാണ്. amicable means friendly. Which of the following word is opposite to the word cautious? ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ റെക്ലെസ് ആണ്. കോഷ്യസ് എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് റെക്ലെസ് എന്നാണ്. റെക്ലെസ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്ലി സ്പെൽഡ്? ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. അത് സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാറ്റാസ്ട്രോഫി. കാറ്റാസ്ട്രോഫി. CATASTROPHE. CATASTROPHE. Find one word for a person who has no money. ഏതാണ്? പാപ്പരാസി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? പാപ്പർ. PAUPER. PAUPER. What is the meaning of the idiomatic expression round the corner? ഏതാണ്? റൗണ്ട് ദ കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി നിയർ എന്നിട്ടാണ്. റൗണ്ട് കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി നിയർ. ചൂസ് ദ കോമ്പൗണ്ട് വേർഡ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ. കോമ്പൗണ്ട് വേർഡ് ഏത് വരും? ഹാൾ വേ. ഹാൾ കൊണ്ടതിനകത്ത് വേയും ഉണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ സിംഗുലർ പിന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സിനെ തമ്മിൽ കമ്പൈൻ ചെയ്തതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ. ഹാൾ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വേർഡ്, വേ എന്ന് പറഞ്ഞിരിക്കുന്നത് സെപ്പറേറ്റ് വേർഡ്. രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഒരു കോമ്പൗണ്ട് വേർഡ് നമുക്ക് ലഭിക്കുന്നതാണ്. വാട്ട് ഈസ് ദ ഫീമെയിൽ ടൈഗർ കോൾഡ്? ഏതാണ്? ഫീമെയിൽ ടൈഗറിന് പറയുന്ന പേര് ടൈഗ്രസ്. ടൈഗ്രസ്. A prefix is letters that come at the dash of a word. ഏതാണ്? എ പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരണം? ബിഗിനിങ്ങിലാണ് വരുന്നത്. പ്രിഫിക്സും സഫിക്സും എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? പ്രിപ്പയർ ദ ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക്. സിനോപ്സിസ് എന്നിട്ടാണ്. എന്താണ്? നമ്മുടെ ആ ഒരു വർക്കിന്റെ സിനോപ്സിസ് വേണ്ടിയിട്ട് പ്രിപ്പയർ ദ സിനോപ്സിസ് ഓഫ് യുവർ റിസർച്ച് വർക്ക്. സിനോപ്സിസ് സ്പെല്ലിംഗ് കൃത്യമായിട്ട് ഓർക്കുക എന്നിട്ടാണ് അവിടുത്തെ ലക്ഷ്യം. സിനോപ്സിസ്. SYNOPSIS. അപ്പൊ ഇങ്ങനെ നിങ്ങൾ സിമ്പിൾ ആയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. പരീക്ഷയുടെ ആ 1 month 1 week ഒക്കെ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇതായിട്ട് തോന്നും. പക്ഷെ ദിവസം ഒരു 20 ചോദ്യങ്ങൾ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകാമെങ്കിൽ ഇംഗ്ലീഷിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഒട്ടും മാർക്കില്ലാത്തവർക്കും ഒരു 13-15 റേഞ്ചിലേക്ക് വരാം. അത്യാവശ്യം നല്ലതായിട്ട് പഠിക്കുന്നവർക്ക് ഒരു 18 റേഞ്ചിലേക്കും വരാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. അതായത് 20 മാർക്ക് നമ്മൾക്ക് അവിടെ ഉള്ളത് കൊണ്ട് എത്രയും GK നമ്മൾ പഠിക്കുമ്പോഴാണ് ഇംഗ്ലീഷിനൊക്കെ 20 മാർക്കൊക്കെ നമ്മൾക്ക് കിട്ടുന്നത്. അപ്പൊ ഇംഗ്ലീഷിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ മുൻകാല ചോദ്യങ്ങളൊക്കെ വെച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് മലയാളത്തിനും ഇംഗ്ലീഷിനും മാത്സിനും ഒക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന് നിങ്ങൾ GK ഇങ്ങനെ കുറേ ഇരുന്ന് പഠിച്ചാലും വീണ്ടും ഡീപ് ലെവലിലേക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഡിഗ്രി പ്രിലിംസ്, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ നോക്കുന്ന ഒരു പ്രിലിംസ് പാസ്സാവണമെങ്കിൽ എന്ത് വേണം? ഇതിന് 20 മാർക്കിനുള്ള കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പെയ്ഡ് കോഴ്സ് ഉണ്ട്. 250+ ഫോക്കസ് ഏരിയ. ഈ പറഞ്ഞിരിക്കുന്ന സയൻസ് ആൻഡ് ടെക്നോളജി, കേരള അഡ്മിനിസ്ട്രേഷൻ, ഹിസ്റ്ററി, ജോഗ്രഫി, കമ്പ്യൂട്ടർ, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, സ്പെഷ്യൽ ലോസ്, ആർട്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. അതിന്റെ അതായത് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സിലുള്ള 250+ ഫോക്കസ് ഏരിയ. ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കും. ആ ക്വസ്റ്റ്യന്റെ A to Z പോയിന്റ്സ്, അത് NCERT ആ കണ്ടന്റ് റിലേറ്റ് ചെയ്ത NCERT, SCERT, അതിന്റെ ഡീപ് ലെവലായിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെസ്റ്റുകൾ എല്ലാം കൂടി റെഫർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത്. എല്ലാ ദിവസവും മൺഡേ മുതൽ ഫ്രൈഡേ വരെ 7 to 7:45 വരെയാണ്. അതിനുശേഷം
കമ്പൈൻഡ് സ്റ്റഡി ഉണ്ട് 7:45 to 8:15 വരെ, അരമണിക്കൂറത്തെ ഉണ്ട്. അത് കൂടാതെ കറണ്ട് അഫേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് പിള്ളേർ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കൃത്യമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇപ്പം തന്നെ നമ്മളൊരു 20ഓളം ക്ലാസ്സസ് കഴിഞ്ഞു. അപ്പൊ തന്നെ ഏരിയാസ് 50 ഫോക്കസ് ഏരിയാസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ഇപ്പം വന്നിരിക്കുന്ന കഴിഞ്ഞ ദിവസം പഠിക്കുന്ന LSGS പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുറേ അധികം ചോദ്യങ്ങൾ നമ്മൾ ഈ 50 ക്വസ്റ്റ്യൻസിനകത്തുനിന്ന് 50 ഫോക്കസ് ഏരിയയിൽക്കകത്തുനിന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അത്രത്തോളം ഡീപ്പ് ലെവലിലേക്ക് ഇറങ്ങി നിങ്ങൾ പഠിക്കുക. പ്രിലിംസിന് മാത്രമായിട്ട് സെറ്റ് ചെയ്ത് പഠിക്കരുത്, മെയിൻസും കൂടെ മുന്നിൽ കണ്ടു വേണം പഠിക്കാൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻസിന്റെ സിലബസ് അങ്ങോട്ട് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പം അതിനകത്ത് എന്തുണ്ടായിരിക്കും, സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടായിരിക്കും. ആ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റിൽ നമ്മൾക്ക് സമയം കിട്ടാതെ വരും. അതുകൊണ്ട് മെയിൻസിന്റെ ടോപ്പിക് കൂടെ കവർ ചെയ്തിട്ട് വേണം നിങ്ങളിപ്പം നന്നായിട്ട് പഠിച്ചു പോവാൻ. ഹിസ്റ്ററിക്കും ആർട്സിനും ഏതിന് പ്രാധാന്യം കൊടുക്കണം, പ്രിലിംസിനകത്ത് പ്രാധാന്യം കൊടുക്കണം. ഞാൻ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞത് പല കുട്ടികൾക്ക് ഇതൊന്നും അത്രത്തോളം ഡൈജസ്റ്റ് ആവുന്നില്ല പല പറയുന്ന കാര്യങ്ങളും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്. അറിയാവുന്നവരൊന്ന് ക്ഷമിച്ചേക്കുക. അപ്പം താല്പര്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്, വിജയാശംസകൾ. താങ്ക് യു.